നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കൊടകരയ്ക്ക് അടുത്തുള്ള കാവനാട് എന്നുള്ള സ്ഥലമാണ്. ഒരുപാട് റീൽസിലൊക്കെ വൈറലായിട്ടുള്ള ഈ ഒരു പ്ലേസിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിപ്പോൾ ഫോട്ടോഷൂട്ടിനായാലും ടൈം സ്പെൻഡ് ചെയ്യാനായാലും നല്ല അടിപൊളി തന്നെയാണ്. നല്ല പച്ചപ്പ് ഹരിതാപൊക്കെ തിങ്ങി വിളങ്ങി നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം അത്ര അടിപൊളി തന്നെയാണ് ഈ ഒരു പ്ലേസ്. കൊടകരയിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഈ ഒരു സ്പോട്ടിലേക്ക് നിങ്ങളത് ഗൂഗിളിൽ വട്ടേക്കാട് കാവനാട് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. ഈ ഒരു സ്പോട്ടിന് നല്ല ഭംഗി തരണതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല മൊട്ടക്കുന്ന് പോലെയുള്ള അടിപൊളി പച്ചപ്പ് വിരിഞ്ഞ നല്ല മലനിരകള്, അതിന്റെ താഴെയായിട്ടുള്ള നല്ല നെൽപ്പാടങ്ങള്, പിന്നെ ഈ പാടത്തിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു ആലും ഒരു കൽരൂപവും, അതേപോലെ പാടത്തിനോട് ചേർന്ന് തന്നെ കണ്ണീര് പോലെ വെള്ളം ഒഴുകി പോകുന്ന ചെറിയ തോടുകളും കാണാം. ഈ ഒരു സ്പോട്ടിലേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ കാലത്തായാലും ഉച്ച തിരിഞ്ഞായാലും വെയിലും കാര്യങ്ങളും അതൊന്നും ആരും മൈൻഡ് ചെയ്യാണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു ക്ലൈമറ്റും ഈ ഒരു നേച്ചർ കാര്യങ്ങൾ അതിൻ്റെ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ആൽമരത്തിൻ്റെ അടുത്തായിട്ട് നല്ലൊരു കൽവിളക്കുണ്ട്. കൽവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ആമയുടെ ഒരു രൂപം കൂടി ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അത് കാണാനായിട്ട് നല്ല ഭംഗിയും കാര്യങ്ങളുണ്ട്. ഈ പച്ചപ്പിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കൽവിളക്കിന് സാധാരണ ഒരു ഭംഗിയെ അപേക്ഷിച്ച് ഒരു ഡബിൾ ഭംഗി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒരു 5-10 മിനിറ്റ് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ എന്താ പറയുക, മനസ്സും കാര്യങ്ങളൊക്കെ ഒരു ശാന്തമാണ പോലെ ഒരു പോസിറ്റീവായുള്ള വൈബും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഈ ആലിൻ്റെ അടുത്തായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ഡയറക്റ്റ് മനസ്സിലാവും. പിന്നെ ഈ പാടത്തിന് അടുത്തായിട്ട് പശുക്കളൊക്കെ വളർത്തുന്ന ചെറിയൊരു ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഔറ്റങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈറ്റങ്ങളൊക്കെ നടന്നു പോകുന്നത് കാണുന്നത് തന്നെ ഒരു പ്രത്യേക രസം തന്നെയാണ്. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും സ്പോട്ടിൽ മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി ഇരട്ടിയാവും. കാരണം നമ്മൾ വരുന്ന ടൈമിൽ നമുക്ക് മഴയും കാര്യങ്ങളും കിട്ടിയില്ല, അതിനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ കളിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അസൂയ തോന്നി. കാരണം നമ്മുടെ ചെറുപ്പം കാലത്തിലൊക്കെ ഇതേപോലെയുള്ള നല്ല സ്ഥലത്തുനിന്ന് വന്ന് ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ എന്നുള്ള ചാൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതുകൂടാതെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അത് നല്ല വൈബുള്ള ഫോട്ടോസ്. പിന്നെ ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ചെറിയ തോട് പോകണുണ്ടല്ലോ, ആ തോട് പോണതിൻ്റെ വഴി പിടിച്ച് നേരെ നമ്മൾ മലയുടെ ഭാഗത്തേക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് ആ മലയുടെ മുകളിലേക്കൊക്കെ കയറാനുള്ള ചെറിയ ഒരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, എന്തോ സെക്യൂരിറ്റി റീസൺ കൊണ്ട് അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയുള്ളൂ കാവനാട് വിശേഷങ്ങളൊക്കെ. അപ്പോൾ പോവാത്ത ആളുകളൊക്കെ ഈ സ്ഥലം ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം.